കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്മാർട്ട് കയ്പമംഗലം നടത്തിയ അഭിനന്ദനീയം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന ഒരു മേഖല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റിൽ നിങ്ങൾ വന്നിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള കേരള നോളജ് വാലി ഉൾപ്പെടെ അല്ലെങ്കിൽ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഗ്ലോബൽ വാച്ച് ടവർ ഉൾപ്പെടെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആയാലും കേരള റിസർച്ച് പാർക്ക് ആയാലും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ വരും തലമുറയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലാണ് ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മത്സരം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. എവിടെ ചെന്നാലും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും നന്നായി ആ മത്സരത്തിൽ പങ്കെടുത്ത് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവുക. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അവസരത്തിലും നിങ്ങൾക്ക് വിജയിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം, നമുക്ക് പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലഘട്ടമാണ്. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന മേഖല ഉന്നത വിദ്യാഭ്യാസമാണെന്ന് കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്മാർട്ട് കയ്പമംഗലം പദ്ധതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്മാർട്ട് കയ്പമംഗലം ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാറിന് കലാസംസ്കൃതി പുരസ്കാരം നൽകി മന്ത്രി റോജി എം ജോൺ ആദരിച്ചു. ദാലിയ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ഹംസയ്ക്ക് പ്രവാസി ഭാരതീയ പുരസ്കാരം നൽകിയും മന്ത്രി ആദരിച്ചു. ദയ എക്സ്റ്റേണൽ ഡയറക്ടർ മുഹമ്മദ് ബഷീർ, അൻഷി ഗ്രൂപ്പ് ചെയർമാൻ ഷിമിൽ മോഹൻദാസ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് VR അനൂപ്, അഞ്ജലി ഷമീർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KK സക്കരിയ, പഞ്ചായത്ത് അംഗങ്ങൾ CJ പോൾസൺ, സുനിൽ P മേനോൻ, PC ബാബുരാജ്, മജീദ് കയ്പമംഗലം, ചന്ദ്രാപിനി SM വിദ്യാഭവൻ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, എടത്തിരുത്തി SNV LP സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. നീന്തൽ മത്സരങ്ങളിൽ 5 സ്വർണ്ണ മെഡൽ നേടിയ ധനിഷ്ഠ ജിംജി, ഭിന്നശേഷി വിഭാഗത്തിൽ ഓട്ട മത്സരത്തിൽ പുരസ്കാരം നേടിയ അമേയ, മികവഴക് പുരസ്കാരത്തിന് അർഹയായ SNV LP സ്കൂളിലെ അധ്യാപിക KB സന്ധ്യ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. യുവ ക്ലബിന് സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു. KA അഫ്സൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മി ശാന്തൻ, ഉല്ലാസ് നാസർ എന്നിവർ നേതൃത്വം നൽകി.